ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു മാനസിക അടുപ്പം നിങ്ങളുമായി അവരുടെ മനസ്സിൽ അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുമായി നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കോൺഷ്യസ് ആയി ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ഇമോഷണൽ ഇൻറ്റിമസി ബിൽഡ് ചെയ്യാൻ സാധിക്കും. സോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് ഇമോഷണൽ ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്ന്, നിങ്ങൾ ആ വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് ഡീപ്പ് കോൺവെർസേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുമായി സംസാരിക്കുന്ന സമയത്ത് ജസ്റ്റ് കാഷ്വലായി സംസാരിക്കാതെ, അല്ലെങ്കിൽ സർഫേസ് ലെവലിലുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചു മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം സംസാരിക്കുന്നു, പിന്നീട് ഒരു അഡ്രസ് ഒന്നുമില്ല, ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് വരുത്തിക്കൊണ്ട് ഡീപ്പ് ലെവലിൽ, അതായത് പേഴ്സണലി അവരെ അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു കോൺവെർസേഷൻ, അവരെ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുമോ ആ ഒരു മനസ്സിലാക്കലിന് വേണ്ടിയുള്ള ഒരു സംസാരം അവരുമായി സംസാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ട കാര്യം. ബിക്കോസ് നിങ്ങൾ അവരുമായി സംസാരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അവരെ പേഴ്സണലി മനസ്സിലാക്കാൻ സാധിക്കുക. അവർക്കാണെങ്കിലും നിങ്ങളെ കൂടുതൽ കണക്റ്റ് ആവുന്നത് സംസാരത്തിലൂടെ ആയിരിക്കും. സോ ആദ്യമായി നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡീപ്പ് ലെവലിൽ അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ ആ വ്യക്തിയെ അതുപോലെ തന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ മാക്സിമം നിങ്ങൾക്ക് കഴിയണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്തമായ ഇഷ്ടങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം ഓപ്പോസിറ്റ് ഉള്ളത്. സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ എൻ്റെ രീതിക്കനുസരിച്ച് അവരെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം, അല്ലെങ്കിൽ ശ്രമിക്കും എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അതാണ് അവിടെ ചേഞ്ച് ചെയ്യേണ്ടത്. അവർ ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള കംഫർട്ടുകൾ ഉണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള രീതികൾ ഉണ്ടായിരിക്കും. സോ ഇതൊക്കെയാണ് അവരെ അവരാക്കി മാറ്റുന്നത്. സോ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് അത് മനസ്സിലാക്കുക, അതുപോലെ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പകരം ജഡ്ജ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായി കമ്പയർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ കമ്പൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഒരു അടുപ്പം ഉണ്ടാകില്ല. മാത്രമല്ല, നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ഒരു തോന്നലൊക്കെ പതിയെ പതിയെ ഇല്ലാതാകും. ബിക്കോസ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്, എന്നെ തീരെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല, എന്നെ ഞാനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള ഒരു തോന്നലാണ് കൂടുതലായിട്ടും ഉണ്ടാവുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. സോ ഇതെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് അവരെങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണോ അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, അവരെ അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനും ട്രൈ ചെയ്യുക. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ്, നിങ്ങൾ ഒരു കംഫർട്ടബിൾ സ്പേസ് ആയി മാറണം, എങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളോട് കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആകാൻ സാധിക്കുകയുള്ളൂ. സോ ഈ പോയിന്റ് ഡീറ്റെയിൽ ആയി നോക്കുന്നതിന് മുൻപ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ റിലേഷൻഷിപ്പ് മാറ്റിയെടുക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിർദ്ദേശങ്ങൾക്ക് വേണ്ടി, ഗൈഡൻസിന് വേണ്ടി, അതുപോലെ തന്നെ കൂടുതലായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയൊക്കെ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. സോ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളൊരു കംഫർട്ടബിൾ സ്പേസ് ആയി മാറുക എന്നുള്ളതാണ്. ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളുമായി സംസാരിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് ഒരുപാട് ഭാരിച്ച ഒരു പണിയൊന്നുമല്ല. ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു കംഫർട്ടബിൾ പേഴ്സൺ ആയി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. ഒന്നാമത്തെ ഒരു കാര്യം, എപ്പോഴും എന്തിനും ജഡ്ജ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തളർത്തുന്ന ഒരു രീതി, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളെയും അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം
ജഡ്ജ് ചെയ്യുന്ന ഒരു സംസാരം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് കംഫർട്ടബിൾ സ്പേസ് ആയി മാറാൻ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമതായി, കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബിക്കോസ് ഒരു വ്യക്തിയും മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ പൊതുവെ ഇഷ്ടപ്പെടുന്നില്ല. 3, വളരെ അരഗന്റ് ആയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു രീതി, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ബിക്കോസ് എപ്പോഴും നിങ്ങളിങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്തെങ്കിലും പറയുമ്പോഴേക്കും വളരെ വയലന്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടൊക്കെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കാര്യവും നിങ്ങളോട് വന്ന് പറയാനുള്ള ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഒരു ഫിയർ ഉണ്ടായിരിക്കും. അവരിനി എങ്ങനെയായിരിക്കും ഇതിനെ റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ പറയണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വരെ തിങ്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അവർക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി അവിടെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. സോ അരഗന്റ് ആയിട്ടൊക്കെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. 3, അപ്രീഷിയേറ്റ് ചെയ്യണം. അതായത് എല്ലാ കാര്യങ്ങളെയും ഫേക്ക് ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നും ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം, ഓക്കെ, അവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കാണുന്ന സമയത്ത് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ അവരെന്തെങ്കിലും ഒരു ശ്രമം നടത്തുന്ന സമയത്ത്, എന്തെങ്കിലും ലൈഫിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പക്ഷെ കൂടെ നിന്ന് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതൊന്നും അല്ല സപ്പോർട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് കഴിയും, നീ ട്രൈ ചെയ്യ്, അങ്ങനെയൊക്കെയുള്ള ഒരു വേർഡൊക്കെ ആയിരിക്കാം സപ്പോർട്ട് എന്നുള്ളത് കൊണ്ട് പല ആളുകളും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുള്ളൂ. സോ അങ്ങനെയുള്ള സപ്പോർട്ട് കൂടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു കംഫർട്ടബിൾ സ്പേസ് ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കും അവരുടെ ലൈഫിൽ. സോ കൂടുതൽ ഇൻറ്റിമേറ്റ് ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളൊരു കംഫർട്ടബിൾ സ്പേസ് ആയി മാറാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഫൈനൽ വൺ, ബി വൾണറബിൾ. നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യാറില്ല, അല്ലേ? ചില സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ എനിക്ക് അത്രയും ട്രസ്റ്റ് ഉള്ള വ്യക്തിയാണ് എന്നൊക്കെ തോന്നുന്ന സമയത്തായിരിക്കും നമ്മൾ അത്ര ഡീപ്പായിട്ട് അല്ലെങ്കിൽ വളരെ സീക്രട്ട് ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും അറിയരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഏത് വ്യക്തിയാണോ നിങ്ങളോട് കൂടുതൽ ഇൻറ്റിമേറ്റ് ആകണം, അല്ലെങ്കിൽ ഒരു അടുപ്പം അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് വൾണറബിൾ ആകാൻ വേണ്ടി ശ്രമിക്കുക. അതായത് പേഴ്സണൽ ആയിട്ടുള്ള, നിങ്ങളെ പേഴ്സണലി അറിയാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാം. അതൊരു പക്ഷെ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കാം, ചില ഫിയർ ആയിരിക്കാം, നിങ്ങളുടെ ഡ്രീംസ് ആയിരിക്കാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ആ വ്യക്തി വൾണറബിൾ ആകട്ടെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയാം, ഇങ്ങനെ കരുതിയാൽ അവിടെ നിങ്ങൾ സ്വയം ഒരു തടസ്സം സൃഷ്ടിക്കുന്നത് പോലെയാണ്. സോ നിങ്ങൾ തന്നെ വൾണറബിൾ ആവുക. ആ വ്യക്തി ഓപ്പണായി സംസാരിക്കട്ടെ എന്ന് വെയിറ്റ് ചെയ്യാതെ, നിങ്ങൾക്ക് അവരോട് ഒരു അടുപ്പമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പേഴ്സണലി അറിയാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് വ്യക്തിയുമായിട്ടാണോ ഒരു ഇമോഷണൽ ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഒരു അടുപ്പം ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കോൺഷ്യസ് ആയിട്ട് ചെയ്യണം എന്ന് മാത്രം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്